നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. നാഷണൽ ഓണം സെലിബ്രേഷൻ അറ്റ് കാനഡ പാർലമെന്റ് സെപ്റ്റംബർ 18 ബുധനാഴ്ച വൈകുന്നേരം 5:30 മുതൽ സർ ജോൺ എ മക്ഡൊണാൾഡ് ബിൽഡിംഗ്, വെല്ലിംഗ്ടൺ സ്ട്രീറ്റ്, ഒട്ടാവയിൽ വെച്ച് നടക്കും. MP മൈക്കിൾ ബാരറ്റ് ആതിഥേയനാകുന്ന പരിപാടിയിൽ യൂക്കോണിന്റെ പ്രീമിയർ രഞ്ജ് പിള്ളൈ മുഖ്യാതിഥിയാകും. ബിജു ജോർജിന്റെയും ടോമി കൊക്കാട്ടിന്റെയും രേഖാ സുധീഷിന്റെയും പ്രവീൺ വർക്കിയുടെയും നേതൃത്വത്തിലുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നെടുനായകത്വം പരിപാടിയുടെ മിഴിവിന് നിറം നൽകും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങളിൽ ഒന്നായ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്ന കൺസർവേറ്റീവ് നേതാവ് പിയ പുലിൻ. പ്രൗഢ സംസ്കാരത്തിന്റെയും ഒരുമയുടെയും ആഘോഷമായ ഓണം കാനഡയിലും മലയാളികളുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമാകട്ടെ എന്നും പിയ പുലിൻ ആശംസിച്ചു. ഓന്റാരിയോയിലെ മദ്യവിതരണ ശൃംഖല വിപുലീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വതന്ത്ര സാമ്പത്തിക നിരീക്ഷകരായ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫീസ് അന്വേഷിക്കും. ഫോർഡ് സർക്കാർ ബിയർ, വൈൻ, സൈഡർ, റെഡി ടു ഡ്രിങ്ക് കോക്ടെയിലുകൾ എന്നിവയുടെ വിൽപ്പന ഓന്റാരിയോ കൺവീനിയൻസ് സ്റ്റോറുകളിലേക്കും ഗ്യാസ് സ്റ്റേഷനുകളിലേക്കും സെപ്റ്റംബർ 5 മുതൽ വ്യാപിപ്പിച്ചിരുന്നു. ഈ നടപടിയിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് FAO അറിയിച്ചു. രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇറാന്റെ ഭരണകൂടത്തെ ഉത്തരവാദിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന പ്രവേശന വിലക്ക് തുടരാൻ ഫെഡറൽ ഗവൺമെന്റ് തീരുമാനിച്ചു. 2003 ജൂൺ 23 ആദ്യമായി ഇറാനിയൻ ഒഫീഷ്യലുകൾ കാനഡയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. വിലക്ക് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്ഥിതി തുടരുകയും ഇറാൻ ലോക സമാധാനത്തിന് ഭീഷണിയായി തുടരുകയും ചെയ്യുന്ന അവസരത്തിൽ വിലക്ക് നീക്കുന്നത് വിഡ്ഢിത്തമാകുമെന്ന മുന്നറിയിപ്പോടെയാണ് വിലക്ക് തുടരാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചത്. സമരമൊഴിവായ ആശ്വാസത്തിൽ എയർ കാനഡ യാത്രക്കാർ. നേരത്തെ സമരഭീതിയിൽ ബുക്കിംഗ് നീട്ടി നൽകിയവർക്ക് അതാത് ദിവസങ്ങളിൽ യാത്ര സാധ്യമാകുമെന്നും സർക്കാരും സംഘടനയും ഉണ്ടാക്കിയ കരാറിൽ സമരമാർഗം തൽക്കാലം ഉപേക്ഷിക്കുകയാണെന്നും പൈലറ്റുമാരുടെ സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പൈലറ്റുമാരുടെ ശമ്പളമെന്ന യുക്തിരഹിതമായ ചിന്ത പൈലറ്റുമാർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സമരം ഒഴിവായെന്നും യാത്രക്കാരുടെ സംതൃപ്തിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണെന്നും എയർ കാനഡ അറിയിച്ചതോടെ സമരകാർമികം താൽക്കാലികമായെങ്കിലും ഒഴിവാകുകയായിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിലെ പോർട്ട് മക്നീൽ തീരത്ത് ഞായറാഴ്ച റിക്ടർ സ്കെയിലിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ഭൂകമ്പത്തിൽ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വ്യാജ വാർത്തകളിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വസ്തുതാവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ ആവശ്യമായ ചിലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. ഈ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചിലവഴിച്ച തുക എന്ന തരത്തിൽ അവാസ്തവമായി പ്രചരിക്കുകയാണെന്നും കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമെന്നും വിമർശനമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിൽ പുതിയ സംഘടന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര്. അസോസിയേഷൻ സിനിമാ പ്രവർത്തകർക്ക് കത്ത് നൽകി. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, റീമ കല്ലിങ്കൽ, രാജീവ് രവി എന്നിവരാണ് നേതൃനിരയിൽ ഉള്ളത്. പുതിയ സംസ്കാരം രൂപീകരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.